ഒടുവിൽ ആ തീരുമാനമെടുത്തിരിക്കുകയാണ് കളക്ടർ ബ്രോ. പ്രശാന്ത് എന്ന് പറയുന്ന കളക്ടറിനി BJPയെ നയിക്കാനുള്ള നേതാവായി വരുമോ? ഒടുവിൽ ആ തീരുമാനം ഇന്നെടുക്കുന്നു എന്നാണ് കളക്ടർ N പ്രശാന്ത് ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത്. ഇതേ തുടർന്ന് വലിയ രീതിയിലുള്ള അന്വേഷണമാണ് മാധ്യമപ്രവർത്തകരും അതുപോലെ തന്നെ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആൾക്കാരും ഒക്കെ ഉന്നയിക്കുന്നത്. എന്ത് തീരുമാനമെടുക്കുന്നത്? ഇന്നത്തെ ദിവസത്തിലെ പ്രത്യേകത എന്താ? ഇപ്പോൾ ഏപ്രിൽ 1, ഇനി ഏപ്രിൽ ഫുൾ ആണോ? മാത്രമല്ല അദ്ദേഹം പങ്കുവച്ച ചിത്രത്തിൽ കുറേ റോസാ പുഷ്പങ്ങൾ ഇങ്ങനെ ചിതറിക്കിടക്കുന്നു, ദളങ്ങളായിട്ട് ചിതറിക്കിടക്കുന്നു. എന്നിട്ട് താഴെ കുറച്ച് ഹാഷ്ടാഗും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇത് വളരെ വലിയ സംശയങ്ങളാണ് ഉളവാക്കുന്നത്. കാരണം ബ്രോ എങ്ങോട്ടാണ് പോകുന്നത്? പ്രശാന്ത് ബ്രോ എന്ന് പറയുന്ന ആൾക്ക് ഇനി IAS തുടരാൻ താല്പര്യമില്ല. അദ്ദേഹത്തിന് നേരത്തെ സസ്പെൻഷൻ നൽകിയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ജനുവരിയിൽ ഈ സസ്പെൻഷൻ കാലാവധി 4 മാസത്തേക്കൂടെ വീണ്ടും നീട്ടിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന N ജയതിലക്, അതായത് വേണമെങ്കിൽ IAS ഈ പ്രശാന്തിൻ്റെ എതിർപക്ഷത്ത് നിൽക്കുന്നു എന്ന് പറയാം. ഈ ജയതിലകാണ് ഇനി അടുത്ത ചീഫ് സെക്രട്ടറി ആയിട്ട് വരാൻ ഏറെ സാധ്യത. കാരണം ശാരദാ മുരളീധരൻ എന്ന് പറയുന്ന നിലവിലെ ചീഫ് സെക്രട്ടറി ഈ മാസം അവസാനത്തോടെ വിരമിക്കുന്നു. ജയതിലകിന് ചീഫ് സെക്രട്ടറി ആയിട്ട് വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പിന്നെ മറ്റൊരാൾ രാജു നാരായണസ്വാമി ആണെങ്കിലും അദ്ദേഹത്തിന് അഡീഷണൽ ചീഫ് സെക്രട്ടറി പദവി ഇല്ലാത്തതുകൊണ്ട് അതിന് സാധ്യതയില്ല. മറ്റ് സാധ്യതയുള്ളവരൊക്കെ കേരളത്തിന് പുറത്ത് വിവിധ സംസ്ഥാനങ്ങളിലാണ്, അവർക്ക് ഇങ്ങോട്ട് വരാൻ താല്പര്യമില്ല. അങ്ങനെയാണെങ്കിൽ IAS തർക്കത്തിൽ ഒരു വശത്ത് നിന്ന് ജയതിലക് ചീഫ് സെക്രട്ടറി ആയി വന്നാൽ മറുവശത്ത് നിൽക്കുന്ന പ്രശാന്തും ബാക്കിയുള്ളവരും എന്ത് ചെയ്യുമെന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ പിന്നെ പ്രശാന്ത് എങ്ങോട്ടേക്ക് പോകുന്നു? പല അഭ്യൂഹങ്ങളും ഇങ്ങനെ പരക്കുന്നുണ്ട്. പക്ഷേ ഈ ഫേസ്ബുക്കിലടക്കം സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആളുകൾ പറയുന്നത് തിടുക്കത്തിൽ തീരുമാനങ്ങൾ എടുക്കരുത്, എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കരുത്. അപ്പോൾ കളക്ടർ ബ്രോ എന്നറിയപ്പെടുന്ന N പ്രശാന്ത് എന്തോ ഒരു തീരുമാനം എടുക്കുന്നു. ഇന്നാണ് ആ തീരുമാനം എടുക്കുന്നത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹം ഒരുപക്ഷെ IAS എന്ന് പറയുന്ന പദവി ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുമോ? അപ്പോൾ നമുക്കറിയാം തമിഴ്നാട്ടിൽ ആരാണ് BJPയെ നയിക്കുന്നത്. അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന BJPക്ക് പുതിയ അധ്യക്ഷൻ വരുമ്പോൾ ഒരുപക്ഷെ പ്രശാന്ത് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുമെന്നാണോ ഈ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം കളക്ടർ ബ്രോയും സർക്കാരും തമ്മിലുള്ള പോര് കഴിഞ്ഞ കുറച്ച് നാളുകളായി അദ്ദേഹം സസ്പെൻഷനിലാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ സർക്കാർ ഉന്നയിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞതാണ് തനിക്കിതൊക്കെ നേരിടേണ്ടി വന്നത്, അല്ലെങ്കിൽ സസ്പെൻഷൻ അനുഭവിക്കേണ്ടി വന്നതെന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ. എന്തായാലും ഒരു രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു മാറ്റം അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ജോലിയില്ലെങ്കിലും തനിക്ക് ജീവിക്കാം എന്നുള്ളൊരു നിലപാട് എനിക്ക് തോന്നുന്നു കളക്ടർ ബ്രോയുമായി സംസാരിച്ചപ്പോൾ. കാരണം ജോലിക്കപ്പുറം ജനങ്ങളെ സേവിക്കുക, പറയാനുള്ള കാര്യങ്ങൾ തുറന്ന് പറയാൻ പറ്റുന്ന ഒരു സ്പേസ്, ഒരു വേദി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കളക്ടർ ബ്രോ കരുതുന്നത്. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പോയാലും അവിടെ ഉണ്ടാകും എന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നു. അത് കുറച്ചുകൂടി BJPയിലേക്ക് ഇറങ്ങിയാൽ അത് കിട്ടുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം പറയാനുള്ള കാര്യങ്ങൾ സർക്കാരിനെ മുഖത്ത് നോക്കി ഒരു ഭയവുമില്ലാതെ സർക്കാരിനെതിരെ സംസാരിക്കുന്ന ആളാണ് പ്രശാന്ത്, അല്ലെങ്കിൽ ആളുകൾ വിളിക്കുന്ന പോലെ കളക്ടർ ബ്രോ. അപ്പോൾ അത്തരത്തിൽ ഇനി സർക്കാരുമായി ഏറ്റുമുട്ടാൻ നിന്നാൽ തനിക്ക് ജനങ്ങളെ സേവിക്കാനോ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി അവർക്കിടയിലേക്ക് എത്തിക്കാനോ കഴിയില്ല. അതിന് ഒരു രാഷ്ട്രീയ പാർട്ടിയോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ കഴിയൂ. അതിന് ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നതും ഇനി നാളെ കേരളം തന്നെ ഭരിക്കുന്ന രീതിയിലേക്ക് വളരുന്നതുമായ ഒരു പാർട്ടി BJP ആണത് തിരിച്ചറിഞ്ഞുകൊണ്ടാകണം ഇത്തരത്തിൽ ഒരു പോസ്റ്റ് ഇടാൻ കാരണം. പിന്നെ സിനിജി തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം, ഇന്ന് ഏപ്രിൽ ഫൂളാണ്. ആരെങ്കിലുമൊക്കെ ഫൂളാക്കാൻ വേണ്ടി നടത്തിയ കാര്യങ്ങളാണോ? കാരണം ഒരു കളക്ടറുടെ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ സസ്പെൻഷനിലാണെങ്കിലും ഒരു IAS പദവിയിലിരിക്കുന്ന ഒരാൾ അത്തരത്തിൽ നിരുത്തരവാദിത്വപരമായ കാര്യങ്ങൾ ചെയ്യില്ല. അത്തരത്തിൽ ഒരു കോമാളിയായി അല്ലെങ്കിൽ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന കാര്യങ്ങൾ ചെയ്യില്ല. അതുകൊണ്ട് ഇത് നമുക്ക് ഉറപ്പിക്കാം, അദ്ദേഹം BJPയിലേക്കുള്ള യാത്രയുടെ തുടക്കമാണോ അല്ലെങ്കിൽ അതിനുള്ള കാൽവയ്പാണോ എന്നുള്ളത്. കാരണം രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷമാണ് ഇത്തരം ഒരു പോസ്റ്റുമായി കളക്ടർ ബ്രോ രംഗത്തെത്തുന്നത് എന്നുള്ളതും നമ്മൾ ഇതുമായി കൂട്ടി വായിക്കേണ്ടതാണല്ലേ? തീർച്ചയായിട്ടും. ഇപ്പം N പ്രശാന്ത് എന്ന് പറയുന്ന IAS ഒരിക്കലും ഒരു സോഷ്യൽ മീഡിയയിൽ ഇത്തരം ഒരു പോസ്റ്റ് തമാശയ്ക്കായി ഇടില്ല. അദ്ദേഹം ചില തീരുമാനങ്ങൾ എടുത്തു. എന്നാൽ ഇത് എന്താണെന്ന് അറിയാൻ പലരും ഫോണിൽ വിളിക്കുമ്പോൾ ആ ഫോണുകളൊന്നും എടുക്കാൻ N പ്രശാന്ത് തയ്യാറാകുന്നില്ല. അപ്പോൾ ഇത്രയും ദിവസം കാത്തിരുന്നു. അപ്പോൾ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു മലയാളത്തിലെ ദിനപത്രത്തിൽ വാർത്ത വന്നിരുന്നു. അതായത് N പ്രശാന്തിനെതിരായ അന്വേഷണത്തിന് പുതിയ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നു, ആ ഉദ്യോഗസ്ഥന് അന്വേഷണം നടത്തുമെന്നൊക്കെയാണ് പറയുന്നത്. പ്രശാന്ത് പറയുന്നത് താൻ നൽകിയ പരാതിയിൽ പലതിനും തീരുമാനം ഉണ്ടാകുന്നില്ല. അതായത് ജയതിലക് പല കാര്യങ്ങൾക്കും എക്സ്പ്ലനേഷൻ ആവശ്യപ്പെട്ട് പ്രശാന്തിന് കത്തെഴുതുന്നു. പ്രശാന്ത് അതിന് മറുപടി നൽകുന്നതിന് മറുചോദ്യങ്ങൾ ചോദിക്കുന്നു. പക്ഷേ ഈ ചോദ്യങ്ങൾ ചോദിച്ച കത്തുകളൊന്നും അവിടെ ഇല്ല, അല്ലെങ്കിൽ ഫയൽ ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് ഇപ്പോൾ N പ്രശാന്ത് പറയുന്നത് ഇനി ഞാൻ കത്തെഴുതുകയാണെങ്കിൽ അത് ഓൺലൈൻ വഴിയായിരിക്കത്തുള്ളൂ, അപ്പോൾ അതിൻ്റെ തെളിവുകൾ അവിടെ അവശേഷിക്കും. ഇത്തരത്തിലുള്ളൊരു തീരുമാനം എടുത്തിട്ട് പോകുന്നു. അപ്പം ജയതിലക് പുതിയ ചീഫ് സെക്രട്ടറി ആവുകയാണെങ്കിൽ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന IAS ഒരു വിഭാഗം അപ്പുറത്ത് നിൽക്കും. അതുപോലെ തന്നെ IAS മറുവിഭാഗം പ്രശാന്തിൻ്റെ കൂടെ നിൽക്കുന്നുണ്ടല്ലോ, അവരിപ്പുറത്ത് നിൽക്കും. അങ്ങനെയാണെങ്കിൽ ഭരണകാര്യങ്ങൾ
വ്യക്തമായിട്ട് അല്ലെ നല്ല രീതിയിൽ പോകുമെന്ന് നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. മാത്രമല്ല പ്രശാന്തിന് ഒരു BJP ചായ്വുണ്ട് എന്ന തരത്തിൽ പല അഭ്യൂഹങ്ങളും പറഞ്ഞിരുന്നു. അത് വ്യക്തമാക്കേണ്ട അദ്ദേഹമാണ്. ഇത് റോസാദളങ്ങളെല്ലാം ഇങ്ങനെ ചിതറിക്കിടക്കുന്നു, ഞാൻ ഈ തീരുമാനം എടുക്കുന്നു, എന്നിട്ട് ചില ഊഹാപോഹങ്ങൾക്കുള്ള സാധ്യത എല്ലാം വെച്ചിട്ടാണ് പ്രശാന്ത് ഇത്ര ഒരു നിലപാടെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതെ പിന്നെ ഓവർലോഡിങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം അപ്പൊ സ്വാഭാവികമായിട്ടും മറ്റുള്ളവർക്ക് ഒരാകാംക്ഷ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ IAS പദവി ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് തെറ്റൊന്നുമല്ല, അതിനുള്ള കപ്പാസിറ്റിയും അദ്ദേഹത്തിനുണ്ട്. പക്ഷേ പലരും പറയുന്നത് തിടുക്കപ്പെട്ട് തീരുമാനം എടുക്കരുത്, നിങ്ങൾ അവിവേകം കാണിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്ത് അവിവേകം എന്ത് തീരുമാനം ഒന്നും അറിയത്തില്ല. ഇനി അദ്ദേഹത്തിന് പുതിയ പദവി വല്ല ലഭിക്കാൻ പോകണോ അത് നമുക്കറിയില്ല. പക്ഷേ അണ്ണാമലയൊക്കെ IAS ഉപേക്ഷിച്ചല്ല, IAS ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ ഒരാളാണ്. അപ്പോൾ ഇത്തരത്തിൽ IASകാർ ജേക്കബ് തോമസ് ഉൾപ്പെടെയുള്ള സെൻകുമാർ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ IASകാരൊക്കെ BJPയിലേക്കാണ് കടന്നു വരുന്നത്. അപ്പോൾ കളക്ടർ ബ്രോയും ആ ഒരു പദവിയിൽ അല്ലെങ്കിൽ ആ ഒരു സ്ഥാനത്തേക്ക് വരുമ്പോൾ എന്തായാലും ഒരു മികച്ച പദവി കൊടുക്കാൻ തയ്യാറാകും. കാരണം കളക്ടർ ബ്രോയെ സ്വാധീനിക്കാൻ അല്ലെങ്കിൽ കളക്ടർ ബ്രോയ്ക്ക് കുറേ ആളുകളെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട് എന്ന് സംസ്ഥാന നേതൃത്വത്തിനും കേന്ദ്ര നേതൃത്വത്തിനും നന്നായിട്ട് അറിയാം. അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ഉള്ളത് അദ്ദേഹം പുനഃപരിശോധിക്കേണ്ടതാണ്. പക്ഷെ എങ്കിൽ പോലും രാഷ്ട്രീയത്തിലേക്കുള്ള ചുവടുവയ്പ് BJPയിലൂടെയാണ് എങ്കിൽ ഒരുപക്ഷെ ജനങ്ങൾക്ക് കുറെ കൂടി ഉപകാരപ്രദമാകുന്ന കാര്യങ്ങൾ ചെയ്യാൻ കളക്ടർക്ക് കളക്ടർ ആയിരുന്ന ഇനി കളക്ടർ പദവി ഉപേക്ഷിച്ച് BJPയിലേക്കോ മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലേക്കോ പോകുന്ന ഒരു നേതാവിന് കഴിയും. അപ്പോൾ അങ്ങനെയുള്ള നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റും. എന്തായാലും അദ്ദേഹം തന്നെ അത് വ്യക്തമാക്കട്ടെ ഔദ്യോഗികമായി. കാരണം തമാശയ്ക്ക് ഇത്ര ഒരു പോസ്റ്റ് ഇടില്ല. അങ്ങനെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലൊരു ഉദ്ദേശമുണ്ടാകും. അത് വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം വ്യക്തമാക്കും. മാത്രമല്ല രാജീവ് ചന്ദ്രശേഖർ BJPയുടെ തലപ്പത്തേക്ക് വരുമ്പോൾ സെൻകുമാർ, R ശ്രീലേഖ തുടങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, അതുപോലെ ജേക്കബ് തോമസ്, ഇത്തരത്തിലുള്ള ഉയർന്ന പദവി വഹിച്ച ആളുകൾക്കൊക്കെ കൂടുതൽ പൊസിഷൻ അല്ലെങ്കിൽ കൂടുതൽ അംഗീകാരം ലഭിക്കുമെന്ന് പറയപ്പെടുന്നു. ഒരുപക്ഷെ ഈ പറയുന്ന N പ്രശാന്തിനും അത്തരത്തിലുള്ള വാഗ്ദാനം എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്കറിയില്ല. ഇനി അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് അല്ല കടക്കുന്നെങ്കിൽ മറ്റേതെങ്കിലും മേഖലയിലേക്ക് പോകുന്നുണ്ടോ, എന്തിൻ്റെ ഒരു തുടക്കമാണ്, അല്ലെങ്കിൽ ഞാൻ എന്തിനോ ഒരു ശ്രമിക്കുന്നു എന്ന് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകളെ സ്നേഹത്തോടെ അറിയിക്കാനും അദ്ദേഹത്തോട് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് കണ്ടോ ഞാൻ പോവുകയാണെന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകാനും ഒക്കെ ആയിരിക്കും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ആ തീരുമാനം ഇന്നുണ്ടാകും. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അദ്ദേഹം അത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുമെന്നാണ് എല്ലാവരും കരുതുന്നത്. നല്ല ഒരു വാർത്തയാകട്ടെ, ശുഭപ്രതീക്ഷയുള്ള കാര്യമാകട്ടെ, അദ്ദേഹത്തിന് നന്മയുണ്ടാകട്ടെ എന്നല്ലേ നമുക്കും പറയാൻ പറ്റും. തീർച്ചയായിട്ടും. ഇപ്പം അദ്ദേഹം പറയുന്നത് സർക്കാർ വൃന്ദങ്ങളും ഇത് കേട്ട് ഞെട്ടി എന്നാണ് പറയുന്നത്. കാരണം ചില തീരുമാനങ്ങൾ എടുത്തു കഴിയുമ്പോൾ എന്ത് തുറന്നു പറയാനുള്ള ധൈര്യമുണ്ടാകും. ഇപ്പോൾ സർക്കാർ ഇതിൽ നിന്ന് രാജിവെച്ചു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥനല്ല അദ്ദേഹം. അപ്പോൾ ഇതിൻ്റെ അകത്തുണ്ടായിരുന്ന അഴിമതികൾ, ഇതിൻ്റെ അകത്തുണ്ടായിരുന്ന ആളുകളുടെ പെരുമാറ്റങ്ങൾ എല്ലാം അദ്ദേഹത്തിന് തുറന്നു പറയാൻ കഴിയും. അത് പലരെയും വേദനിപ്പിക്കുകയും പലരുടെ സ്ഥാനമാനങ്ങൾക്ക് ഇളക്കം തട്ടുകയും ചെയ്യും. അപ്പോൾ കളക്ടർ ബ്രോ എന്ന് പറയുന്ന N പ്രശാന്ത് എന്ത് പറഞ്ഞാലും അത് ചിലരെയൊക്കെ വേദനിപ്പിക്കും, കൊള്ളിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട.